അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എവള്? എടാ എന്റെ മറ്റേ ലൈനില്ലേ? നിന്റെ ലൈന? ആര്? മീര. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നീരേ? അല്ല, നീ ഇവിടെ എപ്പോഴാ ലൈനായത്? എടാ ഞങ്ങൾ എത്ര നാളുകളായിട്ട് ലൈൻ. എത്ര നാളായി ലൈനായിട്ട്? 3 ദിവസം. അയ്യടാ നീ വിഷയായി. എടാ കഴിഞ്ഞ 2 ആഴ്ചയിലുള്ള നാറി ഇവൾക്ക് മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടായിട്ടുള്ളൂ. അതെ, അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ വീണെങ്കിൽ നീ ഇപ്പൊ എന്നോട് പറഞ്ഞേനല്ല. ചുമ്മാ പറയാൻ നിൽക്കരുത്, സത്യമായിട്ട് പറഞ്ഞു. എടാ അവള് കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോ അറിയാൻ പറ്റും ഇഷ്ടമായി. അത് പറ. എടാ പോകുമ്പോ നിനക്ക് അറിയാൻ പറ്റും, ഇഷ്ടമായിരിക്കും. ഇതൊക്കെ നിന്റെ തോന്നലല്ലേ? നമ്പണ്ട, ഇഷ്ടപ്പെടില്ല. എടാ നിന്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ അവൾക്കൊന്നും ഒരു പട്ടി കഞ്ഞിന്റെ വെള്ളം കുടിക്കൂല. അതെ, നിനക്ക് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പെണ്ണുങ്ങളെ വളച്ച് നല്ല ശീലമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ? ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇൻസ്റ്റാഗ്രാമിലെ പെൺപിള്ളേരും നമ്പാൻ പറ്റില്ല. അതെന്താ? എടാ പെൺപിള്ളേരെ ഇൻസ്റ്റാഗ്രാമിൽ നമ്പാൻ പറ്റൂലടാ. രാത്രി 10 മണിക്ക് ശേഷം നമ്പാല്ലേ? അതിന് വരെ നമ്പാൻ പറ്റൂല. അങ്ങനെയാണ്. അല്ലെ, നമ്മളെപ്പോലുള്ള ഈ അവിവാഹിതരായ ചെറുപ്പക്കാരൊക്കെ 10 മണിക്ക് ശേഷമാണല്ലോ ആക്റ്റീവ് ആവുന്നത്. എടാ നീ ഇതൊരു സൊല്യൂഷൻ പറഞ്ഞ എനിക്ക് അവളൊന്ന് ഇംപ്രസ് ചെയ്യണം. അവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ കൂടെ വരും. എടാ അത് പറ്റൂല. ഞാൻ കൂടെ വരും. ഇല്ല, നടക്കൂല. എന്റെ കാര്യം. എടാ നീ ഇതേപോലെ അമലിനെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ, അമലിനെ പെണ്ണിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മ്യൂച്വൽ ആയിട്ട് പോയിട്ടല്ല, മ്യൂച്വലിൽ കൊണ്ടുപോയി. അല്ല, നീയാണോ അമല്? എടാ നീ അവനെ വെച്ചിട്ടാണോ അളിയ നിന്നെ കമ്പയർ ചെയ്യുന്നത്? അതല്ല, അത് മോശം. പിന്നെന്താടാ? എന്നാലും നിന്നെ കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ വരും എന്ന് പറഞ്ഞാൽ ഞാൻ വരും. നിനക്ക് ഉപദ്രവം ഉണ്ടാക്കൂല, ഞാൻ വന്നോളാം. എന്നാ എന്തെങ്കിലും ചെയ്യും, എനിക്ക് ടിപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിനക്ക് 1-2 പിക്കപ്പ് ലൈൻസ് പറഞ്ഞു.